നമസ്കാരം. ഗ്രാമീയ വാർത്തകളിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക്. ദേശീയപാതയിൽ കയ്പമംഗലത്ത് വാഹനാപകടം, 3 പേർക്ക് പരിക്കേറ്റു. KSTA തൃശൂർ ജില്ലാ സമ്മേളനം ഈ മാസം 20, 21 തീയതികളിൽ തൃപ്പയാർ പ്രിയദർശിനി ഓഡിറ്റോറിയത്തിൽ. നൂല് ചുറ്റി വരുന്ന റീൽ ട്യൂബ് കൊണ്ട് നക്ഷത്രവർണ്ണമൊരുക്കി നേത്രദാന പ്രവർത്തകൻ ബെന്നി കണ്ടശങ്കരൻ. വാർത്തകൾ വിശദമായി നോക്കാം. കയ്പമംഗലം കാളമുറിയിലുണ്ടായ വാഹനാപകടത്തിൽ 3 പേർക്ക് പരിക്കേറ്റു. വെള്ളിയാഴ്ച രാവിലെ 9:30 ദേശീയപാത 66 സർവീസ് റോഡിലായിരുന്നു അപകടം. 2 ബൈക്കുകളും കാറുമാണ് കൂട്ടിയിടിച്ചത്. ബൈക്ക് യാത്രക്കാരായ കയ്പമംഗലം കൂരിക്കുഴി സ്വദേശി പുതിയ വീട്ടിൽ മുഹമ്മദ് സലീമിന്റെ ഭാര്യ സീനത്ത്, വലപ്പാട് സ്വദേശി മുഹമ്മദ് സാബിത്ത് എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ ചളിങ്ങാട് ശിഹാബ് തങ്ങൾ ആംബുലൻസ് പ്രവർത്തകർ കൊടുങ്ങല്ലൂർ AR ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തെലങ്കാനയിൽ നിന്നുള്ള അയ്യപ്പ ഭക്തരാണ് കാറിലുണ്ടായിരുന്നത്. ഇവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. കയ്പമംഗലം പോലീസും സ്ഥലത്തെത്തിയിരുന്നു. തൃപ്പയാറിൽ വെച്ച് നടക്കുന്ന KSTA ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി പൂർവാധ്യാപക സംഗമം സംഘടിപ്പിച്ചു. വലപ്പാട് ഗവൺമെന്റ് VHS സ്കൂളിൽ നടന്ന സംഗമം മണലൂർ MLA മുരളി പെരുന്നെല്ലി ഉദ്ഘാടനം ചെയ്തു. KSTA ജില്ലാ പ്രസിഡന്റ് K പ്രമോദ് അധ്യക്ഷനായി. ജില്ലാ സെക്രട്ടറി സാജൻ ഇഗ്നേഷ്യസ്, KSTA മുൻ സംസ്ഥാന പ്രസിഡന്റ് PR വർഗീസ്, TV മദനമോഹനൻ, PV ഗംഗാധരൻ, B കല, ജെയിംസ് പോൾ, BA കരീം, CK ബേബി, KR വത്സലകുമാരി, BV ശശി, PV തുളസി, AK സലീംകുമാർ, TS ജീവൻ, BV ചിദംബരൻ, TR ശശികല, MG ജയ, NK വിജയൻ, KTD കിരൺ, MD സന്തോഷ്, CP ഷീജ, ഡോക്ടർ MR സുഭാഷിണി, ആൽബർട്ട് തരകൻ, AV വിശ്വനാഥൻ, സതിരത്നം, BD ബീന, ജോയ് ജോസഫ്, ലതിക മാറാട്ട് തുടങ്ങിയ അധ്യാപകരെ ആദരിച്ചു. പൂർവ്വ അധ്യാപകർ അവരുടെ സമരാനുഭവങ്ങളും മറ്റും പങ്കുവച്ചു. KSTA നേതാക്കളായ TM ലത, ബിനോയ് T മോഹൻ, T വിനോദിനി, ജനറൽ കൺവീനർ NK സുരേഷ് എന്നിവർ സംസാരിച്ചു. അധ്യാപക പ്രസ്ഥാനം പിറവികൊണ്ട GDM LP സ്കൂൾ പരിസരത്ത് നിന്നും വെള്ളിയാഴ്ച ആരംഭിക്കുന്ന കൊടിമര ജാഥ പൊതുസമ്മേളന വേദിയായി തൃപ്പയാർ സംഘാടക സമിതി ചെയർമാൻ MA ഹാരിസ് ബാബു പതാക ഉയർത്തും. നമുക്കറിയാം, ആരോഗ്യവും വിദ്യാഭ്യാസമുള്ളൊരു തലമുറയെ വാർത്തെടുക്കുക ലക്ഷ്യം വെച്ചുകൊണ്ടാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിൻ്റെ ഈ 2 മേഖലകളും 2016 മുമ്പുള്ള അവസ്ഥ, പിന്നീട് വീണ്ടും പിറകോട്ട് പോയ 1957 മുമ്പുള്ള അവസ്ഥ എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്തൊരവസ്ഥയാണ്. നാളത്തെ പൗരന്മാരെ വാർത്തെടുക്കുന്ന ശ്രേഷ്ഠ സമൂഹമാണ് നമ്മുടെ അധ്യാപകർ. അവർ 57 കാലഘട്ടത്തിലെ അവസ്ഥ എന്താണ്? അടിമസമാന ജീവിതമാണ്. ശ്രീസായി വിദ്യാപീഠത്തിന്റെ 20ാമത് വാർഷികാഘോഷം പ്രഗതി 2025 വർണ്ണാഭമായി. നാട്ടിക നിയോജക മണ്ഡലം MLA CC മുകുന്ദൻ അധ്യക്ഷനായി. സിനിമാ താരം ഷഫ്ന നിസാം മുഖ്യാതിഥിയെ സംബന്ധിച്ചു. I feel proud and happy, and also I'm more proud because ഈ സ്കൂളിൽ വന്നപ്പോൾ രഘുപണിക്കർ അദ്ദേഹം പറഞ്ഞു ജസ്റ്റ് ഒരു ഷെഡിൽ നിന്ന് തുടങ്ങിയിട്ട് ഇതുവരെ എത്തിക്കാൻ പറ്റിയെന്ന്. ശരിക്കും ഹാറ്റ്സ് ഓഫ് ടു ഓൾ ദ മെമ്പേഴ്സ് ഓഫ് ദ സ്കൂൾ, ബിക്കോസ് ഇവിടുത്തെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് ഹാർഡ് വർക്ക് എടുത്ത് ഇത്ര നല്ലൊരു സ്കൂളും ഇത്ര നല്ല ഗ്രാൻഡായിട്ടൊരു ആനുവൽ ഡേയും നടത്തുന്നത് കണ്ടിട്ട് എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. ഇറ്റ്സ് നോട്ട് ഈസി, പ്രത്യേകിച്ച് ഇവിടുത്തെ സാഹചര്യവും ഇവിടുത്തെ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇറ്റ്സ് നോട്ട് അറ്റ് ഓൾ ഈസി. അപ്പോൾ ഇവിടുത്തെ ഈ സ്കൂളിൻ്റെ സായി വിദ്യാപീഠം സ്കൂളിൻ്റെ എല്ലാ മെമ്പേഴ്സിനും ഐ റിയലി അപ്രീഷിയേറ്റ് എവരിബഡി. ഇവിടെ വന്നപ്പോൾ ഒരുപാട് കുട്ടികൾ ഡ്രസ്സപ്പ് ചെയ്ത് ഡാൻസിനും പരിപാടിക്കൊക്കെ ആയിട്ട് പെർഫോം ചെയ്യാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുന്നത് കണ്ടു. ഓൾ ദ ബെസ്റ്റ് എല്ലാവർക്കും. ആനുവൽ ഡേ അടിച്ചു പൊളിക്കുക, അത് കഴിഞ്ഞ് എക്സാം നന്നായിട്ട് എഴുതിയിട്ട് വെക്കേഷനും അടിച്ചു പൊളിക്കുക. മൊബൈലും TV ഒക്കെ മാറ്റി വെച്ചിട്ട് എല്ലാവരും ഓടിച്ചാടി കളിക്കുക. കുറച്ച് കുറുമ്പും ഒക്കെ കാണിച്ചോട്ടെ, ഇറ്റ്സ് ഗുഡ്. ബിക്കോസ് ഇപ്പം എല്ലാവരും മൊബൈലും TV ഒക്കെ പിടിച്ചിങ്ങനെ അഡിക്റ്റ് ആയിട്ടിരിക്കുകയാണ്. പാരൻസിനൊക്കെ കുറച്ച് ടെൻഷൻ ഉണ്ടാവും, കുഴപ്പമില്ല. ഇപ്പോഴല്ലേ സ്കൂളിലെ കുട്ടികളല്ലേ, ചെയ്തോട്ടെ. സ്കൂൾ മാനേജർ അഡ്വക്കേറ്റ് AU രഘുരാമൻ പണിക്കർ, പ്രിൻസിപ്പൽ ബിനു K രാജ്, സ്കൂളിന്റെ മുഖ്യ രക്ഷാധികാരി സുന്ദർ മേനോൻ, അഡ്മിനിസ്ട്രേറ്റർ അരുണ രാജൻ, ട്രഷറർ ഭുവൻദാസ്, ജനറൽ സെക്രട്ടറി സജീവ് ML, ജോയിന്റ് സെക്രട്ടറി ശ്രീനിവാസൻ, KPCC ജനറൽ സെക്രട്ടറി ജോസ് വള്ളൂർ,
ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജ്യോതിരാമൻ, വാർഡ് മെമ്പർ ഷാജി പൊലിയേടത്ത്, ട്രസ്റ്റ് മെമ്പർമാരായ TM സ്വാമിനാഥൻ, PB മോഹൻലാൽ എന്നിവർ സംസാരിച്ചു. വിദ്യാർത്ഥികൾക്ക് അനുമോദനവും വിദ്യാർത്ഥികളുടെ കലാപ്രകടനങ്ങളും അരങ്ങേറി. കായലോര ഫെസ്റ്റിന്റെ ഭാഗമായി NES തീരത്ത് വടംവലി മത്സരം നടന്നു. വലപ്പാട് പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ K. അനിൽകുമാർ സമ്മാനദാനം നിർവഹിച്ചു. കായലോര ഫെസ്റ്റ് ചെയർമാൻ ശിവൻ കണ്ണോളി അധ്യക്ഷനായി. കൺവീനർ ഉണ്ണികൃഷ്ണൻ തൈപ്പറമ്പത്ത്, പ്രിൻസിപ്പാൾ NC അനീജ, കായിക അധ്യാപകൻ B. ശശിധരൻ, അസിസ്റ്റന്റ് പ്രൊഫസർമാരായ MB ലതിമോൾ, സ്മിത NR, സജിത NB, അപർണ BA, ദീപ MB, ലിജിന ജെയിൻ, കവിത, രൂപ MB, ഹന്ന അമൽ, പ്രിയങ്ക ബാബു, അങ്കിത TS എന്നിവർ നേതൃത്വം നൽകി. രാഷ്ട്രീയ പാർട്ടികളുടെ സഞ്ചാരമുള്ളതുകൊണ്ട് പ്രതീക്ഷിച്ചതായിരുന്നില്ല. പക്ഷേ എത്തിച്ചേരാൻ കഴിഞ്ഞ സന്തോഷം. ഇവിടെ നടന്ന മത്സരം മുന്നോട്ട് പോകുമ്പോൾ തോൽക്കുന്ന, പുറകോട്ട് പോകുന്നവർ ജയിക്കുന്ന ഒരു മത്സരമാണ്. ഈ ഒരു കാര്യം തിരിച്ചായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് തോന്നുന്നു. കാരണം നമ്മൾ എപ്പോഴും മുന്നോട്ട് നടക്കാൻ ആഗ്രഹിക്കുന്ന, പുറകോട്ട് പോകാൻ ആഗ്രഹിക്കാത്ത ഒരു സമൂഹമാണ് മുന്നോട്ട് പോകുന്നവർ. ഈ ഒരു മത്സര ഇനത്തിൽ പുറകോട്ട് പോയവരും ആരോഗ്യമുള്ളവരും ജയിച്ചതായിട്ടാണ് കണ്ടത്. KSTA തൃശൂർ ജില്ലാ സമ്മേളനം ഈ മാസം 20, 21 തീയതികളിൽ തൃപ്പയാർ പ്രിയദർശിനി ഓഡിറ്റോറിയത്തിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 194 പുരുഷ പ്രതിനിധികളും 256 വനിതാ പ്രതിനിധികളും ഉൾപ്പെടെ 450 പ്രതിനിധികൾ പങ്കെടുക്കും. ശനിയാഴ്ച വൈകിട്ട് 4-ന് പ്രകടനവും തുടർന്ന് തൃപ്പയാർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് പൊതുസമ്മേളനവും നടക്കും. പ്രതിനിധി സമ്മേളനം MLA AC മൊയ്തീനും, പൊതുസമ്മേളനം മുൻ MLA KV അബ്ദുൽ ഖാദറും, ട്രേഡ് യൂണിയൻ സമ്മേളനം CITU ജില്ലാ ജനറൽ സെക്രട്ടറി UP ജോസഫും ഉദ്ഘാടനം ചെയ്യും. മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PK ഡേവിസ്, KSTA സംസ്ഥാന പ്രസിഡന്റ് D സുധീഷ്, സെക്രട്ടറി K രാഘവൻ, വൈസ് പ്രസിഡന്റ് MA അരുൺകുമാർ, FASTO ജില്ലാ സെക്രട്ടറി E നന്ദകുമാർ, കോൺഫെഡറേഷൻ ഓഫ് സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസ് സെക്രട്ടറി IB ശ്രീകുമാർ, KSTA സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ശ്രീജ, PC സിജി, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ TM ലത, ദീപ ആന്റണി, ബിനോയ് T മോഹൻ, സാജൻ ജോർജ്, K പ്രമോദ് തുടങ്ങിയവർ സംസാരിക്കും. സംഘാടക സമിതി ചെയർപേഴ്സൺ MA ഹാരിസ് ബാബു, സംഘാടക സമിതി കൺവീനർ NK സുരേഷ് കുമാർ, KSKTA ജില്ലാ ട്രഷറർ T വിനോദിനി, ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം TV ചിത്രകുമാർ, സബ് ജില്ലാ പ്രസിഡന്റ് ദിനകരൻ MD എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. സംസ്ഥാന സമ്മേളനം കോട്ടയത്ത് വെച്ച് നടക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ജില്ലാ സമ്മേളനം 9 വർഷങ്ങൾക്ക് ശേഷം തൃപ്പയാർ വെച്ച് നടക്കുന്നത്. അധ്യാപക പ്രസ്ഥാനം രൂപം കൊണ്ട മണ്ണാണ് വലപ്പാട്. അപ്പോൾ വലപ്പാട് GDM മറ്റു സ്കൂളിൽ നിന്നാണ് പതാക ജാഥ നിന്ന് വൈകിട്ട് 4 മണിക്ക് പുറപ്പെട്ടു. തൃപ്പയാർ ലെമർ പബ്ലിക് സ്കൂളിന്റെ 21ാമത് വാർഷികാഘോഷം നടത്തി. രമേശ് പിഷാരടി വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു. ഇങ്ങനെ ഇന്ന ഫംഗ്ഷനാണ്, വരണം എന്ന് പറഞ്ഞു. ഞാൻ ഹാരിസക്കയോട് പറഞ്ഞു, ഞാനൊന്ന് നോക്കട്ടെ, കാരണം ക്രിസ്മസ് ഒക്കെ അടുത്ത് വരുന്ന സമയമാണ്. അന്നൊരു പരിപാടി ഇങ്ങനെ എന്നോടൊരു കമ്മിറ്റിക്കാർ ചോദിച്ച് നിൽക്കുന്നുണ്ട്, അത് വരുമോ ഇല്ലയോ എന്ന് എനിക്ക് അറിയില്ല, അത് കൺഫേം ആയിട്ടില്ല, വർത്താനം പറഞ്ഞ് നിൽക്കുന്നു എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഹാരിസക്ക അത് കുഴപ്പമില്ല, ഒഴിവാണെങ്കിൽ വന്നാൽ മതി, ഞാൻ പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞു. എനിക്ക് മനസ്സിലായില്ല ഞാൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞത് എന്തിനാന്നുള്ളത് അതിൻ്റെ ഇടയിൽ. പക്ഷെ അദ്ദേഹം പ്രാർത്ഥിച്ചു എന്ന് തോന്നുന്നു. ആ പരിപാടി ക്യാൻസലായി, എനിക്കിവിടെ വരാൻ പറ്റി. അപ്പോൾ എനിക്ക് വെറുതെ എൻ്റെ പരിപാടി, ബാക്കിയുള്ള പരിപാടി പ്രാർത്ഥിച്ചില്ലാണ്ടാക്കരുത്. എപ്പോഴെങ്കിലും വിളിച്ചാൽ നേരത്തെ മെസ്സേജ് വിട്ടാൽ മതി, ഞാൻ വന്നോളാം, ഒരു കുഴപ്പവുമില്ല. മാത്രവുമല്ല, G ശങ്കരക്കുറുപ്പിന് ഓടക്കുഴൽ അവാർഡ് കിട്ടിയതിനെ കുറിച്ചും MT വാസുദേവൻ നായർക്ക് ജ്ഞാനപീഠം ലഭിച്ചതിനെ കുറിച്ചുമെല്ലാം നന്നായി പഠിച്ച് അതിനുശേഷം പഠിപ്പിക്കാൻ ഇറങ്ങി പുറപ്പെട്ട് അധ്യാപികയായി, പ്രധാന അധ്യാപികയായി
പ്രൈവറ്റ് സ്കൂൾ അസോസിയേഷൻ്റെ മികച്ച അധ്യാപികയ്ക്കുള്ള പുരസ്കാരം നേടിയ ഒരു ടീച്ചർ എനിക്ക് ഫ്ലവേഴ്സ് ടിവിയുടെ അവാർഡ് കിട്ടിയ കാര്യം കാണാപ്പാടം പഠിക്കേണ്ടി വന്നതിലുള്ള എൻ്റെ ഖേദം കൂടി ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. ഭാവമുണ്ട്, അതൊക്കെ കാണാപ്പാടം പഠിച്ചു വന്ന് അതും പ്രസംഗിച്ചു. വലിയ സന്തോഷം. 2025-26 വർഷത്തെ മാഗസിന്റെ പ്രകാശന കർമ്മവും രമേശ് പിഷാരടി നിർവഹിച്ചു. ഈ വർഷം പഠന കലാകായിക മേഖലകളിൽ മികച്ച വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ സർട്ടിഫിക്കറ്റും ട്രോഫികളും നൽകി അനുമോദിച്ചു. ചെയർമാൻ MA ഷൗക്കത്ത് അലി അധ്യക്ഷനായി. പ്രിൻസിപ്പൽ ഗെയ്നി മൈക്കിൾ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. സെക്രട്ടറി KK അബ്ദുൽ ലത്തീഫ്, ട്രഷറർ EA ഹാരിസ്, പേഴ്സ്പെക്റ്റീവ് എഡ്യൂക്കേഷൻ ട്രസ്റ്റിന്റെ ഡയറക്ടർ, ബോർഡ് മെമ്പർമാർ, മാനേജർ IT മുഹമ്മദ് അലി, മാനേജ്മെന്റ് ട്രസ്റ്റ് അംഗങ്ങൾ, വൈസ് പ്രിൻസിപ്പൽ സുവിത CS, സെക്ഷൻ ഹെഡുമാരായ ഷൈന CS, ദീപ KM, ആശ KC, നസീമ ഷംസുദ്ദീൻ, പ്രോഗ്രാം കോർഡിനേറ്റർ ലൗലി ജിനൻ, ഹെഡ് ബോയ് മുഹമ്മദ് നെഹാൽ, രക്ഷിതാക്കളുടെ പ്രതിനിധികൾ എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിവിധ സംസ്ഥാനങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ടുള്ള വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ വേദിയിൽ അരങ്ങേറി. മറ്റു വാർത്തകൾ നോക്കാം ഇടവേളയ്ക്ക് ശേഷം. കേരളത്തിലെ പുണ്യപുരാതന വിഷ്ണുമായ ക്ഷേത്രമായ ശ്രീ കാനാടിക്കാവിൽ ശ്രീ വിഷ്ണുമായ സ്വാമിയുടെ ജന്മദിനമായി ആചരിക്കുന്ന തിറവെള്ളാട്ട് മഹോത്സവം ഈ വരുന്ന ഡിസംബർ 22 മുതൽ ജനുവരി 4 വരെയുള്ള തീയതികളിൽ കൊണ്ടാടുന്നു. തൃപ്രയാർ തേവരുടെ ക്ഷേത്രത്തിൽ നിന്നും തിരുവാഭരണങ്ങൾ പൂജിച്ചുകൊണ്ട് ആരംഭിക്കുന്ന വാദ്യഘോഷയാത്ര ശ്രീ കാനാടിക്കാവ് ക്ഷേത്ര സന്നിധിയിൽ എത്തുന്നതോടെ 3 ദിവസം നീണ്ടു നിൽക്കുന്ന തിറവെള്ളാട്ട് മഹോത്സവത്തിന് ഔപചാരികമായ തുടക്കം കുറിക്കുന്നു. ഉത്സവത്തോടനുബന്ധിച്ച് നടത്തപ്പെടുന്ന അഭിഷേക ചടങ്ങിലും എഴുന്നള്ളിപ്പിലും പങ്കെടുത്ത് ശ്രീ വിഷ്ണുമായ സ്വാമിയുടെ വിശിഷ്ട രൂപക്കളം ദർശനം നടത്തി സർവ്വദോഷ പരിഹാരങ്ങളും ആയുരാരോഗ്യ സൗഖ്യങ്ങളും സർവ്വ ഐശ്വര്യങ്ങളും സകല ഭക്തസന്താനങ്ങൾക്കും ലഭിക്കുമാറാകട്ടെ. ഹേയ്, ഒരു നിമിഷം. വർദ്ധിച്ചു വരുന്ന ഈ വൈദ്യുതി ബിൽ നിങ്ങളുടെ സമാധാനം എല്ലാ മാസവും ഇല്ലാതാക്കുകയാണോ? ഇനി വൈദ്യുതി ബില്ലിനെ ഭയക്കേണ്ട. ദിവസം വെറും 85 രൂപ മുടക്കിയാൽ നിങ്ങൾക്കും ടാറ്റയുടെ സോളാർ സ്വന്തമാക്കാം. അതും വെറും 6% പലിശയിൽ ലോൺ സൗകര്യവും. നിങ്ങളുടെ സ്വന്തം വീട്ടിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനും ഗാർഹിക ഉപകരണങ്ങൾക്ക് പുറമെ നിങ്ങളുടെ ഇലക്ട്രിക് വാഹനം സൗജന്യമായി ചാർജ് ചെയ്യാനും സാധിക്കും. ഇന്ത്യയുടെ നമ്പർ 1 ബ്രാൻഡായ ടാറ്റ പവർ സോളാറിലൂടെ സർക്കാരിന്റെ PM സൂര്യഘർ യോജന വഴി നിങ്ങൾക്ക് 78,000 രൂപ വരെ സബ്സിഡി നേടാം. ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഈ കിട്ടുന്ന 78,000 രൂപ കൊണ്ട് നിങ്ങൾക്ക് ഏകദേശം 2 വർഷം വരെയുള്ള EMI അടച്ചു തീർക്കാം. അതായത് ആദ്യത്തെ 2 വർഷം നിങ്ങൾക്ക് കാര്യമായ സാമ്പത്തിക ബാധ്യതയില്ല. അതിനു പുറമെ ടെക് ടാറ്റ നിങ്ങൾക്കായി നൽകുന്നു 15,000 രൂപയുടെ സ്പെഷ്യൽ ഡിസ്കൗണ്ടും. പക്ഷേ ഒന്നോർക്കുക, 15,000 രൂപയുടെ ഈ ഡിസ്കൗണ്ട് വളരെ കുറച്ച് ആളുകൾക്ക് മാത്രം. ഈ അവസരം നഷ്ടപ്പെടുത്തരുത്. ഉയർന്ന ബില്ലുകൾക്ക് വിട പറയൂ. ബുക്കിംഗിന് വേണ്ടി ഇപ്പോൾ തന്നെ ടെക് ടാറ്റയെ വിളിക്കൂ. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകളിലേക്ക് വീണ്ടും തിരിച്ചു വരാം. യുവാവിനെ വെട്ടിപ്പരിക്കേൽപ്പിച്ച കേസിൽ 2 വധശ്രമം അടക്കം നിരവധി ക്രിമിനൽ കേസിലെ പ്രതിയായ സ്റ്റേഷൻ റൌഡി മണി നായർ ശ്രീജിത്ത് അറസ്റ്റിലായി. ശ്രീജിത്ത് മതിലകം, കൈപ്പമംഗലം, കാട്ടൂർ പോലീസ് സ്റ്റേഷൻ പരിധികളിലായി 11 ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ്. വലപ്പാട് പോലീസ് സ്റ്റേഷൻ SHO അനിൽകുമാർ, SI എബിൻ, CPOമാരായ വിവേജ്, ജസ്ലിൻ എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. കാപ്പ ഉത്തരവ് പ്രകാരം കുപ്രസിദ്ധ ഗുണ്ടയും കൊലപാതകം ഉൾപ്പെടെ നിരവധി കേസിലെ പ്രതിയുമായ സ്റ്റേഷൻ റൌഡി അഖിനേഷിനെ ജയിലിലാക്കി. അഖിനേഷ് കാട്ടൂർ ഇരിഞ്ഞാലക്കുട പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഒരു കൊലപാതക കേസിലും 2 വധശ്രമ കേസിലും ലഹരി കേസിലും അടിപിടി കേസിലും അടക്കം 6 ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ്. കാട്ടൂർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ബൈജു KC, സീനിയർ സിവിൽ പോലീസ് ഉദ്യോഗസ്ഥരായ ഫിബിൻ, രമ്യ എന്നിവർ കാപ്പ ചുമത്തുന്നതിലും ഉത്തരവ് നടപ്പാക്കുന്നതിലും പ്രധാന പങ്ക് വഹിച്ചു.
കാർ കുറുകെ നിർത്തിയത് ചോദ്യം ചെയ്ത യുവാവിന് നേരെ തോക്കു ചൂണ്ടി വധഭീഷണി മുഴക്കി കടന്നുകളഞ്ഞ യുവാവിനെ തൃശൂർ റൂറൽ പോലീസ് പിടികൂടി. നാട്ടിക തൃപ്പയാർ പട്ടത്ത് വീട്ടിൽ കണ്ണൻ എന്ന് വിളിക്കുന്ന ആകാശ് ബാബുവിനെയാണ് തൃശൂർ റൂറൽ പോലീസ് അന്വേഷണ സംഘം പുതുക്കാട് നിന്നും പിടികൂടിയത്. ഇയാൾ ചാലക്കുടി, വാടനപ്പള്ളി, കാട്ടൂർ, കയ്പമംഗലം പോലീസ് സ്റ്റേഷനുകളായി 5 ക്രിമിനൽ കേസുകളെ പ്രതിയാണ്. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ IPSന്റെ നേതൃത്വത്തിൽ അന്തിക്കാട് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ കഴ്സൺ വി മാർക്കോസ്, സബ് ഇൻസ്പെക്ടർ സുബിന്ദ് KS എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. മണലൂർ അയ്യപ്പൻകാവ് ക്ഷേത്രത്തിലെ ദേശവിളക്ക് മഹോത്സവം ജനുവരി 1-നും ഇതിന്റെ ഭാഗമായുള്ള കലാസാംസ്കാരിക പരിപാടികൾ ഡിസംബർ 22 മുതൽ 26 വരെയും നടത്തുമെന്ന് ദേശവിളക്ക് കമ്മിറ്റി പ്രസിഡന്റ് PC സുധീർ, സെക്രട്ടറി MT താജൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നൃത്തനൃത്യങ്ങൾ, ഡാൻസ്, വീരനാട്യം, തിരുവാതിരക്കളി എന്നിവയാണ് പരിപാടികൾ. ഈ മാസം 22-ന് രാത്രി 7-ന് ചലച്ചിത്രതാരം ശിവജി ഗുരുവായൂർ കലാസാംസ്കാരിക പരിപാടികൾ ഉദ്ഘാടനം ചെയ്യും. 28 മുതൽ 31 വരെ ക്ഷേത്രാചാര ചടങ്ങുകളും ചുറ്റുവിളക്കും പറ നിറയ്ക്കലും നടത്തും. ദേശവിളക്ക് മഹോത്സവ ദിവസമായ ജനുവരി 1-ന് രാവിലെ 8 മണിക്ക് കാഞ്ഞാണി സെന്ററിലെ ശ്രീനാരായണ ഗുരുസ്വാമി സന്നിധിയിൽ നിന്ന് 3 ഗജവീരന്മാർ, തേര്, കാവടി, താലം, പഞ്ചവാദ്യം, നാദസ്വരം, ഉടുക്ക് എന്നിവയോടുകൂടിയ എഴുന്നള്ളിപ്പും നടക്കും. വൈകിട്ട് 6-ന് മണലൂർ സത്രം ശിവക്ഷേത്രത്തിൽ നിന്നും പാലക്കൊമ്പ് എഴുന്നള്ളിപ്പും ഉണ്ടായിരിക്കും. രാത്രി 7-ന് ഭജനയും പുലർച്ചെ 4-ന് എഴുന്നള്ളത്തും തുടർന്ന് വെട്ടും തടയും നടക്കും. ഡിസംബർ 28 മുതൽ ജനുവരി 1 വരെയുള്ള ദിവസങ്ങളിൽ അന്നദാനവും ഉണ്ടായിരിക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. കൺവീനർ സുനിൽ കൊച്ചത്ത്, കമ്മിറ്റി അംഗം PB ആദിത്യൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. കാഞ്ഞാണി വാലപ്പറമ്പിൽ ശ്രീ ഹനുമാൻ സേവ മഠപതി ക്ഷേത്രത്തിലെ 10ാമത് മഹോത്സവത്തിനോടനുബന്ധിച്ച് ഹനുമാൻ സ്വാമിക്ക് നടക്കുന്ന മഹാനിവേദ്യ ചടങ്ങിന്റെ ലഘുലേഖ പ്രകാശന കർമ്മം കുടുംബസമിതി പ്രസിഡന്റ് VK സുരേഷ് ബാബു, കമ്മിറ്റി അംഗം VM സോമൻ എന്നിവർ ചേർന്ന് നിർവഹിച്ചു. ക്ഷേത്ര കമ്മിറ്റി സെക്രട്ടറി BB സുജിത്ത്, കുടുംബസമിതി പ്രസിഡന്റ് അതുൽ ദേവ്, സെക്രട്ടറി രഞ്ജിഷ ഹരീഷ് എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ഡിസംബർ 27, 28, 29 എന്നീ 3 ദിവസങ്ങളിലായാണ് ചടങ്ങുകൾ നടത്തുക. ആദ്യ ദിവസമായ 27-ന് ശനിയാഴ്ച രാവിലെ ഉദയാസ്തമനം, ദേവീകളം, ശീവേലി എന്നിവ നടത്തും. വൈകിട്ട് 3 മണിക്ക് എഴുന്നള്ളിപ്പ്, കലം മയക്കൽ, തുടർന്ന് 6 മണി മുതൽ ഭജന, രാത്രി ദേവിക്ക് രൂപക്കളവും ഉണ്ടായിരിക്കും. 28-ന് ഞായറാഴ്ച രാവിലെ ദൈവത്തിന്റെ കളം, ഉച്ചയ്ക്ക് 2 മണിക്ക് ഉണ്ണിമുത്തപ്പന്റെ കളം, വൈകിട്ട് നഭജ, വലിയ മുത്തപ്പന്റെ കളം എന്നിവയ്ക്ക് ശേഷം നടത്തുന്ന ക്ഷേത്രത്തിലെ പ്രധാന ചടങ്ങായ ഹനുമാൻ സ്വാമിക്ക് മഹാനിവേദ്യവും ഉണ്ടായിരിക്കും. 29-ന് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ചെറിയ മുത്തപ്പന്റെ കളം, വൈകിട്ട് 6 മണിക്ക് കരിങ്കുട്ടിക്കും ഭദ്രകാളിക്കും കളം, ഭജന എന്നിവ നടക്കും. രാത്രി മൂക്കൻ ചാത്തൻ സ്വാമിയുടെ രൂപക്കളം, മഹാനിവേദ്യം, തുടർന്ന് ആഴിയൽ നൃത്തം എന്നിവയും നടക്കും. മീനമാസിലെ രോഹിണി നക്ഷത്രത്തിൽ നടത്തുന്ന ദീപാരാധന മഹോത്സവവും പ്രധാന ഉത്സവങ്ങൾ. പിന്നെ മഹാനവമി, വിജയദശമി ദിനത്തിൽ നടത്തുന്ന പൂജവെപ്പും എഴുത്തിനിരുത്തലും, കന്നിമാസത്തിലെ ആയിലി പൂജയും, കർക്കിടക മാസത്തിലെ രാമായണ പാരായണവും മറ്റു ഉത്സവങ്ങളാണ്. ഒരിടവേള കൂടി. മനം കവരും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ്, 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ 3 പീടിക. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി K ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ. സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ
പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ നിയർ സൗത്ത് പെട്രോൾ പമ്പ്, ത്രിപുര. കേരളത്തിലെ പുണ്യപുരാതന വിഷ്ണുമായ ക്ഷേത്രമായ ശ്രീ കാനാടിക്കാവിൽ ശ്രീ വിഷ്ണുമായ സ്വാമിയുടെ ജന്മദിനമായി ആചരിക്കുന്ന തിറവെള്ളാട്ട് മഹോത്സവം ഈ വരുന്ന ഡിസംബർ 22 മുതൽ ജനുവരി 4 വരെയുള്ള തീയതികളിൽ കൊണ്ടാടുന്നു. പരമ്പരാഗത വാദ്യ കലാരൂപങ്ങളുടെയും നൃത്ത സംഗീതോത്സവത്തിൻ്റെയും അകമ്പടിയോടെ ആഘോഷിക്കുന്ന തിറവെള്ളാട്ട് മഹോത്സവത്തിൽ പങ്കെടുത്ത് മനമുരുകി കാനാടിക്കാവ് പൊന്നുണ്ണി വിഷ്ണുമായ സ്വാമിക്ക് മുൻപിൽ സമർപ്പിക്കുന്ന ഭക്തരുടെ ഏതൊരു പ്രാർത്ഥനയ്ക്കും തീർച്ചയായും ഫലസിദ്ധിയുണ്ടാകും. ശ്രീ വിഷ്ണുമായ സ്വാമി ഭക്തരെ നേരിട്ട് കാണാൻ പുറത്തെഴുന്നള്ളുന്ന പുണ്യം നിറഞ്ഞ തിറവെള്ളാട്ട് മഹോത്സവത്തിൽ പങ്കെടുക്കാനും ദർശന സൗഭാഗ്യം നേടാനും എല്ലാ ഭക്തരെയും ശ്രീ കാനാടിക്കാവ് ശ്രീ വിഷ്ണുമായ സ്വാമി അനുഗ്രഹിക്കട്ടെ. വാർത്തകൾ തുടരുന്നു. തൊഴിലുറപ്പിന് അന്ത്യം കുറിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ പുതിയ ബില്ലിനെതിരെ NREG വർക്കേഴ്സ് യൂണിയൻ താന്യം പഞ്ചായത്ത് കമ്മിറ്റി പ്രതിഷേധിച്ചു. NREG വർക്കേഴ്സ് യൂണിയൻ ചെയർപേരിയ ഏരിയ കമ്മിറ്റി അംഗം MP മുകേഷ് ഉദ്ഘാടനം ചെയ്തു. NA പീതാംബരൻ, സുജിത നിരേഷ്, ഷൈനി ബാലകൃഷ്ണൻ, രതി സുരേന്ദ്രൻ, ശ്രീകല സന്തോഷ്, സതി ജയചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. പ്രകടനത്തിന് അനില ബാബു, രാധിക സുരേന്ദ്രൻ, കുമാരി മുത്രത്തിപ്പറമ്പിൽ, രമണി സത്യൻ, ഗിരിജാമണി, സ്നേഹപ്രഭ, സരിമ PK എന്നിവർ നേതൃത്വം നൽകി. തൊഴിലുറപ്പ് 11 ലക്ഷം കോടി രൂപയാണ് ഇന്ത്യയുടെ വൻ കുത്തക മുതലാളിമാർക്ക് അവരുടെ കടങ്ങൾ മുഴുവൻ എഴുതി തള്ളി. ഇവിടെ നമ്മൾ ഫെഡറൽ ബാങ്കിന്റെ മുന്നിലാണ്. ഫെഡറൽ ബാങ്കിന്റെ മുന്നിൽ അവിടുന്ന് കാശ് ലോൺ എടുത്തു കഴിഞ്ഞാൽ പൈസ അടച്ചില്ല അവർ വന്ന് ജപ്തി ചെയ്യാൻ വീട്ടിലേക്ക് വരും. മനസ്സിലായ ഇതിന് മുന്നിൽ നമ്മൾ നിൽക്കുന്നത്. ഇവിടെ പൈസ എടുത്തിട്ട് അടച്ചില്ലെങ്കിൽ അവർ വരും നേരെ. പക്ഷേ ലക്ഷക്കണക്കിന് വരുന്ന കോടി ഉറുപ്പിക ഇന്ത്യയിലെ വൻ കുത്തക മുതലാളിമാർക്ക് വിടുപണി ചെയ്യുന്ന കേന്ദ്ര ഗവൺമെൻറ്റാണ്, മോദി ഗവൺമെൻറ്റാണ് ഇന്ത്യ ഭരിക്കുന്നത് മനസ്സിലാക്കണം. ഒരാളും ചോദിക്കാനില്ല. കുറേ ആളുകൾ വിദേശത്ത് പോയി, അതായത് കാശ് അടിച്ചു മാറ്റി ബാങ്കിൽ നിന്നൊക്കെ കൊണ്ടുപോകാനും വായ്പെടുത്ത് അവർ പോയി. ഒരാൾ ഇപ്പം കൊണ്ടുവരും അല്ലേ, ഇപ്പം കൊണ്ടുവരും പറഞ്ഞിട്ടാണ് മോദി പോയത് വിദേശത്ത്. നാട്ടിക ഗ്രാമപഞ്ചായത്ത് ഭരണം പിടിച്ചെടുത്തതിൽ ആഹ്ലാദം പ്രകടിപ്പിച്ചുകൊണ്ടും നാട്ടികയിലെ വോട്ടർമാർക്ക് നന്ദി പറഞ്ഞുകൊണ്ടും UDF നാട്ടിക പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റോഡ് ഷോ നടന്നു. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസ് പരിസരത്തു നിന്നും ആരംഭിച്ച വാഹനജാഥ നാട്ടികയുടെ വിവിധ ഭാഗങ്ങളിൽ പര്യടനം നടത്തി. UDF നാട്ടിക പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ നൌഷാദ് ആറ്റുപറമ്പത്ത്, DCC ജനറൽ സെക്രട്ടറിമാരായ അനിൽ പുളിക്കൽ, VR വിജയൻ, KA കബീർ, AN സിദ്ധപ്രസാദ്, VD സന്ദീപ്, തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത്, നാട്ടിക ഗ്രാമപഞ്ചായത്ത് എന്നിവിടങ്ങളിലേക്ക് മത്സരിച്ച് വിജയിച്ച സ്ഥാനാർത്ഥികൾ, UDF പ്രവർത്തകർ എന്നിവർ നേതൃത്വം നൽകി. ചാമക്കാല നഹ്ജുർ റഷാദ് ഇസ്ലാമിക് കോളേജിന്റെ 20ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ആത്മീയ സമ്മേളനം നടത്തി. ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി ചാൻസലർ പാണക്കാട് സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. സമൂഹത്തിന് ദിശാബോധം നൽകുന്ന ഒരുപാട് യുവ പണ്ഡിതന്മാർക്ക് രൂപം കൊടുക്കുവാൻ ഇൻഷാ അല്ലാഹ് നഹ്ജുർ റഷാദിലൂടെ സാധിക്കും എന്ന് നമുക്കൊക്കെ തന്നെ ഉറപ്പുണ്ട്. സമൂഹം വിജ്ഞാനത്തെ ഏറെ കൊതിക്കുന്ന ഒരു കാലഘട്ടമാണ്. സമൂഹത്തിൻ്റെ വൈജ്ഞാനികമായ മുന്നേറ്റം, സമൂഹത്തിൻ്റെ എന്നല്ല ലോകം തന്നെ വൈജ്ഞാനികമായി വളരെയേറെ മുന്നേറിക്കൊണ്ടിരിക്കുന്നു. വൈജ്ഞാനിക മേഖലയിൽ പുതിയതായിട്ടുള്ള പല പ്രവണതകളും പലതും കടന്നു വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതും കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയാണ്. ടെക്നോളജിയെ ബേസ് ചെയ്തുകൊണ്ട് വിജ്ഞാനത്തെ എളുപ്പത്തിൽ മനസ്സിലാക്കാനും പഠിക്കുവാൻ നമുക്ക് സാധിക്കുന്നു. വിജ്ഞാനത്തെ കയ്യെത്തിപ്പിടിക്കുവാൻ നമുക്ക് കഴിയുന്നു എന്നുള്ളതാണ്. ലോകത്ത് അല്ലാഹു അത്രമാത്രം വിജ്ഞാനത്തെ ലോകത്ത് വിതറിയിട്ടുണ്ട്. ഒരു സമുദ്രത്തിലെ ഏതാനും തുള്ളികൾ മാത്രമാണ് ഇപ്പോൾ മനുഷ്യൻ്റെ കൈകളിൽ എത്തിയിട്ടുള്ളത്. അല്ലാഹു ലോകത്തിന് നൽകുന്ന വിജ്ഞാനത്തെ നമുക്ക് എണ്ണി തിട്ടപ്പെടുത്തുവാൻ കഴിയുകയില്ല. BS അബ്ദുള്ള ഖാജി അധ്യക്ഷത വഹിച്ചു. ചാമക്കാല മഹല്ല ഖാളി മുഹമ്മദ് കോയ തങ്ങൾ ജമലുല്ലൈ മജ്ലിസുനൂർ ആത്മീയ സദസ്സിന് നേതൃത്വം നൽകി. സ്വാലിഖ് അൻവരി ചേകന്നൂർ മുഖ്യപ്രഭാഷണം നടത്തി. നഹ്ജുർ റഷാദ് ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ഷുയബ് ഹുദവി വല്ലപ്പുഴ,
MP സുലൈമാൻ ബുഖാരി എന്നിവർ സംസാരിച്ചു. തയ്ക്കാൻ വേണ്ടി വാങ്ങുന്ന നൂൽ ചുറ്റിവരുന്ന റീൽ ട്യൂബ് കൊണ്ട് വർണ്ണ നക്ഷത്രമൊരുക്കി ശ്രദ്ധേയനാവുകയാണ് ജീവകാരുണ്യ പ്രവർത്തകനായ ബെന്നി കണ്ടശങ്കടവ്. വടക്കേ കാരമുക്കിലെ സെന്റ് ആന്റണീസ് പള്ളിക്ക് സമീപം ഫിറ്റ്മാൻ ടൈലേഴ്സ് എന്ന സ്ഥാപനം നടത്തിവരികയാണ് ഇദ്ദേഹം. 1600 റീൽ നൂൽ ട്യൂബുകളും 500 LED ബൾബുകൾ കൊണ്ടാണ് ആകർഷകമായ ബഹുവർണ്ണ നക്ഷത്രം ഇദ്ദേഹം നിർമ്മിച്ചത്. തയ്ച്ചു കഴിയുന്ന റീൽ നൂൽ ട്യൂബ് ഒന്നും കളയാതെ ബെന്നി സൂക്ഷിച്ചു വയ്ക്കും. അങ്ങനെ 7.5 വർഷം കൊണ്ട് ശേഖരിച്ച റീൽ നൂൽ ട്യൂബുകൾ ഓരോന്നും ഒട്ടിച്ചാണ് നക്ഷത്രമുണ്ടാക്കിയത്. ഇങ്ങനത്തെ റീൽ നൂലുകൾ തയ്ച്ച് കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ ഈ ട്യൂബുകൾ ആയി കഴിഞ്ഞാൽ അത് ഞാനൊരു കവറിൽ ഇങ്ങനെ മാറ്റിയിടും. ഇങ്ങനെ ഈ ട്യൂബുകൾ മാറ്റിയിട്ടിട്ട് ഒരു 4-5 കൊല്ലം ആയി കഴിഞ്ഞാൽ അതുകൊണ്ട് ക്രിസ്തുമസ് ആകുമ്പോൾ ഒരു നക്ഷത്രം അല്ലെങ്കിൽ ഒരു ക്രിസ്തുമസ് ട്രീ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് ഞാൻ എൻ്റെ കടയുടെ മുൻപിൽ ഗ്ലാസ്സമ്മ ഒട്ടിച്ചു വയ്ക്കും. അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ ഞാൻ LED ബൾബുകൾ ഒളിപ്പിക്കുന്ന രീതിയിൽ പുറത്ത് കാണാത്ത രീതിയിൽ വയ്ക്കും. അങ്ങനെ രാത്രി കാലങ്ങളിൽ അത് കത്തുമ്പോൾ അത് ആൾക്കാർക്ക് ഒരു ആകർഷണമാണ്. നൂല് ട്യൂബുകൾ ഞാൻ ആദ്യ കാലങ്ങളിൽ കുറേ വർഷങ്ങൾക്ക് മുൻപ് ഇതുപോലെ ഉണ്ടാക്കി കടയുടെ മുൻപിൽ പ്രദർശിപ്പിക്കാറുണ്ട്. അത് ഞാൻ ഒരു ദേശീയ പതാകയുടെ മാതൃക ഉണ്ടാക്കി വെച്ചു. അങ്ങനെ ഞാനത് ഉണ്ടാക്കിയിട്ട് അതുമ്മേ എത്ര എണ്ണം ട്യൂബ് ഉണ്ട് എന്ന് എണ്ണി കഴിഞ്ഞാൽ അതിനൊരു പ്രോത്സാഹന സമ്മാനം വെച്ചു. അങ്ങനെ ഇതുവഴി പോകുന്ന കുട്ടികളൊക്കെ അത് വായിച്ചിട്ട് സ്കൂളുകളിലും മറ്റുള്ളവർക്കും അതൊരു കൗതുകം തോന്നുകയും ഒട്ടേറെ പേര് ആ മത്സരത്തിൽ പങ്കെടുക്കുകയും അതിൽ കൃത്യമായി എണ്ണം പറഞ്ഞ ഒരു വ്യക്തിക്ക് 101 രൂപ അന്ന് സമ്മാനമായി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. വർഷങ്ങൾക്ക് മുൻപ് ഒഴിഞ്ഞ 5555 റീൽ നൂൽ ട്യൂബ് കൊണ്ട് 5 അടി ഉയരമുള്ള മതസൗഹാർദ്ദ ക്രിസ്മസ് സ്റ്റാർ നിർമ്മിച്ചിട്ടുണ്ട്. കൂടാതെ ഇന്ത്യയുടെ ഭൂപടം മാതൃക, ദേശീയ പതാക മാതൃക, ചിത്രശലഭങ്ങളുടെ വിവിധ രൂപങ്ങൾ, ക്രിസ്മസ് ട്രീ എന്നിവയും നിർമ്മിച്ചിട്ടുണ്ട്. കോവിഡ് കാലഘട്ടത്തിൽ മാസ്ക് നിർമ്മിച്ച് സൗജന്യമായി വിതരണം ചെയ്തിരുന്നു. ഇത്തരത്തിൽ നിർമ്മിച്ച മാസ്കുകൾ കൊണ്ട് 11 അടി വൃത്താകൃതിയിൽ പൂക്കളവും ഒരുക്കിയിട്ടുണ്ട്. നേത്രദാന പ്രവർത്തകനായ ബെന്നി ഇതിനകം 300ഓളം പേർക്ക് കാഴ്ചയേകാനും സഹായിച്ചു. 7000ഓളം പേരുടെ നേത്രദാന സമ്മതപത്രങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. പെരിങ്ങോട്ടുകര വ്യാജ പീഡനക്കേസിൽ 6 പേർക്കെതിരെ ബംഗളൂരു പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു. പെരിങ്ങോട്ടുകര ദേവസ്ഥാനം തന്ത്രിയുടെ മരുമകനെതിരെ വ്യാജ പീഡനക്കേസ് ചമച്ചെന്ന ആരോപണമുള്ള യുവതി ഉൾപ്പെടെ 6 പേർക്കെതിരെയാണ് കുറ്റപത്രം സമർപ്പിച്ചത്. പൂജയ്ക്കെത്തിയ യുവതിയെ പീഡിപ്പിച്ചെന്ന് വരുത്തി തീർക്കാൻ ഗൂഢാലോചന നടത്തിയെന്നാണ് കേസ്. ദേവസ്ഥാനം തന്ത്രി ഉണ്ണി ദാമോദരന്റെ മരുമകൻ അരുണിനെ ഹണി ട്രാപ്പിൽ കുടുക്കിയെന്ന കേസിൽ ബംഗളൂരു സ്വദേശിനി രത്ന, തന്ത്രിയുടെ സഹോദരൻ ദേവദാസ്, മകൻ ശ്രീരാഗ്, മറ്റൊരു സഹോദരൻ വേണുഗോപാൽ, ബന്ധു സ്വാമിനാഥൻ, ഇയാളുടെ ഭാര്യ രജിത എന്നിവർക്കെതിരെയാണ് കുറ്റപത്രം. മസാജ് പാർലർ ജീവനക്കാരിയാണ് രത്ന. ദേവസ്ഥാനത്തിന്റെ ഉടമസ്ഥതയെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്ന് ബന്ധു പ്രവീണാണ് പദ്ധതി ആസൂത്രണം ചെയ്തതെന്നാരോപിച്ച് ഉണ്ണി ദാമോദരനും മകൾ ഉണ്ണിമായയും ചേർന്നാണ് പരാതി നൽകിയിരുന്നത്. തുടർന്നുള്ള അന്വേഷണത്തിലാണ് അരുണിനെ ആസൂത്രിതമായി കുടുക്കിയതാണെന്ന് പോലീസ് കണ്ടെത്തിയത്. ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട് 2 കോടിയുടെ ഇടപാടുകൾ നടന്നതായി പോലീസ് കണ്ടെത്തി. ഇതിൽ 9 ലക്ഷം രൂപ വിവിധ അക്കൗണ്ടുകളിൽ നിന്നായി പിടിച്ചെടുത്തു. രത്നയുടെ സഹായി മോണിക്ക, പാലക്കാട് സ്വദേശിയും ഇവന്റ് മാനേജ്മെന്റ് കമ്പനി നടത്തിപ്പുകാരനുമായ ശരത് മേനോൻ, ഇയാളുടെ സഹായി സജിത്ത്, ആലം എന്നിവരും അറസ്റ്റിലായിരുന്നു. വിവിധ വകുപ്പുകൾ പ്രകാരമുള്ള കുറ്റങ്ങളാണ് പ്രതികൾക്കെതിരെ കേസിൽ ചേർത്തിട്ടുള്ളത്. കേസ് വ്യാജമാണെന്നും രത്ന എന്ന സ്ത്രീയെ മുൻനിർത്തി മറ്റു ചിലർ അരുണിനെ കേസിൽ പെടുത്തുകയായിരുന്നുവെന്നും കാണിച്ച് ക്ഷേത്രം തന്ത്രിയുടെ മകൾ ഉണ്ണിമായി നൽകിയ പരാതിയിൽ ബംഗളൂരു പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് കേസിന് പിന്നിലെ വലിയ ഗൂഢാലോചന പുറത്തുവന്നത്. തുടർന്ന് കേസിൽ 8ഓളം പ്രതികളെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചിരുന്നു. ബംഗളൂരു അഡീഷണൽ ചീഫ് മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റ് കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചത്. ബാക്കി പ്രതികളുടെ പേരിൽ പിന്നീട് കുറ്റപത്രം സമർപ്പിക്കും. കയ്പമംഗലത്ത് തീരത്തോട് ചേർന്ന് കണ്ണി വലിപ്പം കുറഞ്ഞ വലകൾ ഉപയോഗിച്ച് അനധികൃത മത്സ്യബന്ധനം നടത്തിയ ബോട്ടുകൾ ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് സംഘം പിടികൂടി. കയ്പമംഗലം കൂരിക്കുഴി പടിഞ്ഞാറ് ഭാഗത്തു നിന്നാണ് അനധികൃതമായി കരവലി നടത്തിയ ക്യൂൻമേരി, സദക്കത്തുള്ള, കൂളദേശു എന്നീ 3 ബോട്ടുകൾ പിടിച്ചെടുത്തത്. ബോട്ടിലുണ്ടായിരുന്ന മത്സ്യം അഴീക്കോട് ഹാർബറിൽ പരസ്യ ലേലം ചെയ്ത് ലഭിച്ച
100 രൂപ സർക്കാരിലേക്ക് കണ്ടുകെട്ടുകയും 3 ബോട്ടിനും കൂടി 4,10,000 രൂപ പിഴ ഈടാക്കുകയും ചെയ്തു. കേരള സമുദ്ര മത്സ്യബന്ധന നിയന്ത്രണ നിയമം ലംഘിച്ച് തീരത്തോട് ചേർന്ന് മീൻപിടുത്തം നടത്തിയതിനും കണ്ണി വലിപ്പം കുറഞ്ഞ വലകൾ ഉപയോഗിച്ചതിനും ട്രോളറുകൾക്ക് നിരോധനമുള്ള 20 മീറ്ററിൽ കുറഞ്ഞ ആഴമുള്ള ഭാഗങ്ങളിൽ മീൻപിടുത്തം നടത്തിയതിനുമാണ് പിഴ ചുമത്തിയത്. ഫിഷറീസ് സ്റ്റേഷൻ അസിസ്റ്റന്റ് ഡയറക്ടർ KP ഗ്രേസി, അഴീക്കോട് ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ സുമിത, മറൈൻ എൻഫോഴ്സ്മെന്റ് ആൻഡ് വിജിലൻസ് വിഭാഗം ഓഫീസർമാരായ BN പ്രശാന്ത് കുമാർ, BM ഷൈബു, ER ഷിനിൽകുമാർ, റെസ്ക്യൂ ഗാർഡുമാരായ റഫീഖ്, കൃഷ്ണപ്രസാദ്, ശ്രേയസ് എന്നിവർ അടങ്ങിയ പ്രത്യേക അന്വേഷണ സംഘമാണ് ബോട്ടുകൾ പിടികൂടിയത്. KSKTU നാട്ടിക ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൊഴിലാളി വിരുദ്ധ തൊഴിലുറപ്പ് പദ്ധതിയുടെ ബില്ലിന്റെ കോപ്പി കത്തിച്ച് പ്രതിഷേധിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം KA വിശ്വംഭരൻ ഉദ്ഘാടനം ചെയ്തു. KC സുധ അധ്യക്ഷത വഹിച്ചു. KS ഷിത്ത്, EP അജയഘോഷ്, KB അനിത, സന്തോഷ് കേരാച്ചൻ, തുളസി, പ്രദീപ് എന്നിവർ പങ്കെടുത്തു. ഇനി ഇന്നത്തെ പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി നോക്കാം. ദേശീയപാതയിൽ കയ്പമംഗലത്ത് വാഹനാപകടം, 3 പേർക്ക് പരിക്കേറ്റു. KSTA തൃശൂർ ജില്ലാ സമ്മേളനം ഈ മാസം 20, 21 തീയതികളിൽ തൃപ്പയാർ പ്രിയദർശിനി ഓഡിറ്റോറിയത്തിൽ. നൂല് ചുറ്റി വരുന്ന റീൽ ട്യൂബ് കൊണ്ട് നക്ഷത്രവർണ്ണമൊരുക്കി നേത്രദാന പ്രവർത്തകൻ ബെന്നി കണ്ടശങ്കരത്ത്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.